ഇങ്ങനെ പറഞ്ഞാലും തീരാത്ത പ്രതിഭാസമായി വി എസ് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ആ അരങ്ങൊഴുകുകയാണ്. എന്നേക്കുമായി ആ ഇതിഹാസം ചമച്ചയാൾ നമ്മെ വിട്ടുപോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു. ബി ദിലീപ്കുമാർ തുടരുകയാണ്. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ തന്നെ ജനബാഹുല്യമാണ്. ജനസഞ്ചയം അവിടെ ഒഴുകിയെത്തിക്കഴിഞ്ഞു. ജനമഹാസമുദ്രം അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഒഴുകി പുഴ എവിടെ പോകുമെന്ന് ചോദിച്ചവരോട് ഈ പുഴ ഒഴുകിയെത്തുന്ന റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും പിന്നീട് വലിയ ചുടുകാട്ടിലേക്കുമാണെന്ന് നമുക്ക് പറയാൻ തോന്നുന്നു. മഴയൊക്കെ അവഗണിച്ച്, കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയൊക്കെ അവഗണിച്ച് ഈ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന ആയിരങ്ങൾക്കൊന്നേ അറിയൂ. പട്ടിണി പാവങ്ങളുടെ പടത്തലവനായിരുന്നു വി എസ് അച്യുതാനന്ദൻ. വി ദിലീപ് കുമാർ കൂടി ചേരുകയാണ്. ദിലീപ് കുമാർ, യഥാർത്ഥത്തിൽ ഒരുവിധമുള്ള നേതാക്കന്മാർ, സി പി എമ്മിൻ്റെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ നേതാക്കന്മാരെല്ലാം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, RMP നേതാവ് KK രമ തുടങ്ങി നിരവധി നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. VSനെ അവസാനമായി അന്ത്യാഭിവാദ്യം നൽകുന്നതിന് വേണ്ടി ഇവിടെ നേതാക്കൾ എത്തിച്ചേർന്നു. നേതാക്കളെക്കാൾ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രവർത്തകർ മാത്രമല്ല, VSനെ സ്നേഹിക്കുന്ന വി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകുന്ന VSൻ്റെ ഭൗതിക ശരീരമുള്ള അലങ്കരിച്ച വാഹന വ്യൂഹത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന. ആകാശ ദൃശ്യമാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. എന്നാൽ കാർമേഘങ്ങൾ ഇപ്പോഴും പെയ്തൊഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആകാശം കറുത്തിരുണ്ട് തന്നെ കിടക്കുകയാണ്. ആലപ്പുഴയുടെ ആകാശത്ത് മിന്നിമറയുന്ന ഒരു നക്ഷത്രത്തിൻ്റെ വിലാപയാത്രയാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. ഈ വിപ്ലവ സൂര്യൻ എരിഞ്ഞടങ്ങുന്ന സമയത്ത് ഒരു യുഗം അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 101-ലധികം വയസ്സ് ജീവിക്കാൻ കഴിഞ്ഞു എന്നതിനേക്കാളും ജീവിച്ച കാലം അത്രയും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും തൊഴിലാളി വർഗത്തിന് വേണ്ടിയും ഈ മനുഷ്യൻ ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഈ വനിത, ഈ ഒറ്റയാൾ പോരാട്ടം പോലെ പാർട്ടിയുടെ കൊടിയും പേറി നടക്കുന്ന ഈ വനിതയെപ്പോലെ എത്രയെത്ര ആളുകളുടെ ആരാധനാപാത്രമാണ് VS അച്യുതാനന്ദൻ എന്ന് നാം തിരിച്ചറിയുന്നു. വാഹനം വളരെ പതുക്കെ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇടുങ്ങിയ ഇടവഴികളിലൂടെ, രാജപാതയിലൂടെ നീങ്ങാൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലും ഒരുപാട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ നിൽക്കുന്നുണ്ട്. അവർക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനുള്ള അവസരം നൽകിക്കൊണ്ടാണ് വാഹനം പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആരെയോ കാണാനുള്ള അത്യാവേശത്തിൽ പോകുന്ന ഈ വനിതാരത്നം ഒരുപക്ഷെ VS അച്യുതാനന്ദൻ്റെ ആത്മാവ് തിരിച്ചറിഞ്ഞ പാർട്ടി പ്രവർത്തകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൊടിയും പേറി അവർ യാത്ര ചെയ്യുകയാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്. വലിയ ചുടുകാട്ടിൽ തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് അന്ത്യവിശ്രമം കൊള്ളാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. P കൃഷ്ണപിള്ളയെ പോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകൾക്കൊപ്പം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളും. ഒരു കാലത്ത് ഒളിപ്പോരിനും അതുപോലെ തന്നെ ഒളിത്താവളങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്താൻ നാടും നഗരവും ചുറ്റിക്കറങ്ങിയ P കൃഷ്ണപിള്ളയെ പോലെയുള്ള നേതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ വലിയ ചുടുകാട്ടിൽ അല്പസമയത്തിനകം VS അച്യുതാനന്ദനും അന്ത്യവിശ്രമം കൊള്ളും എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇന്ന് ആലപ്പുഴ നഗരം ദുഃഖത്തിൽ അമരും. കണ്ണീർ പൂക്കൾ കൊണ്ട് VS സഖാവിന് അവർ അവസാന യാത്ര പറയും. ആകാശച്ചരിവിന് കീഴെ അറബിക്കടൽ പോലും ശാന്തമായി കിടക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഈ വാഹനം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ തിരശ്ശീല വീഴും എന്ന് നമുക്കറിയാം. ആർത്തലച്ചു കയറുന്ന ഈ കടപ്പുറത്ത് എത്രയോ തവണ VS വന്നുപോയിട്ടുണ്ടാകും. ഈ ആകാശത്തിന് കീഴെ പുതിയ ആകാശങ്ങൾ കണ്ടുപിടിക്കാൻ എത്രയോ മണിക്കൂറുകൾ VS ചെലവഴിച്ചിട്ടുണ്ടാകും.
വി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ് കുമാർ, അവിടേക്ക് ഒഴുകി വരുന്ന ജനങ്ങൾ വളരെ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ നഗരത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം ഉള്ള ജനസാഗരം വി എസ് സഖാവിൻ്റെ കണ്ണും കാതുമായി മാറിയ ജനങ്ങളാണ് അവിടേക്ക് ഒഴുകി വരുന്നത്. CPM-ൻ്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും, CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി, അതുപോലെ കേരള നിയമസഭാ സ്പീക്കർ, എക്സൈസ് മന്ത്രി MB രാജേഷ് തുടങ്ങി, വ്യവസായ മന്ത്രി P രാജീവ്, ധനമന്ത്രി KN ബാലഗോപാൽ തുടങ്ങി ഈ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും അവിടെ സന്നിഹിതരായി കഴിഞ്ഞു. തങ്ങളുടെ സഹപ്രവർത്തകന്, തങ്ങളുടെ വിപ്ലവ പടയാളിയായിരുന്ന ധീര കമ്മ്യൂണിസ്റ്റിന് അവസാന യാത്രാമൊഴിയും ചൊല്ലാൻ അവരെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഒരുപക്ഷെ ഈ ഒരു ദിവസം 30 ദിവസത്തോളം പട്ടത്തെ SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോൾ ഈ ഒരു ദിവസം വരില്ലെന്ന് വിശ്വസിച്ച ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. VS അച്യുതാനന്ദൻ്റെ മാജിക് വഴി അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് ആഗ്രഹിച്ച ആളുകൾ ഒരുപാടുണ്ട്. അവരുടെയൊക്കെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിക്കൊണ്ട് VS എന്ന് പറയുന്ന ധീര സഖാവ് അന്ത്യവിശ്രമം കൊള്ളാൻ ഒരുങ്ങുന്നു. വി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് കുമാർ, പറയൂ. ഇങ്ങനെയൊരു യാത്രാമൊഴി കേരളം കണ്ടിട്ടുണ്ടാവില്ല. കേരളം മാത്രമല്ല, ഒരുപക്ഷെ രാജ്യവും ഇങ്ങനെയൊരു യാത്രാമൊഴി കണ്ടിട്ടുണ്ടാകില്ല. കാരണം അത്രമേൽ അവർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവിന്, ജനനേതാവിന് വികാരനിർഭരമായ യാത്രയപ്പാണ് ഇപ്പോൾ കേരള ജനത നൽകുന്നത്. ഈ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിന് പുറത്ത് കിലോമീറ്ററുകളോളം നീളുന്ന നിരകളാണ്. അത് ഒരു നിരയല്ല, പല നിരകളായി ജനങ്ങളിങ്ങനെ കിലോമീറ്ററുകളോളം ക്യൂ നിൽക്കുകയാണ്. അതിനിടെ ഇടയ്ക്കിടെ തകർത്തു പെയ്യുന്ന മഴയുണ്ട്. ആ മഴയൊന്നും വകവയ്ക്കാതെ ജനക്കൂട്ടം ഇപ്പോഴും അവിടെ നിന്ന സ്ഥലത്തു തന്നെ നിൽക്കുകയാണ്. അവർക്ക് VS അച്യുതാനന്ദൻ എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണണം. ആ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവർ ഇവിടെ മണിക്കൂറുകളോളം പുലർച്ചെ വന്ന് ഇവിടെ നിൽക്കുന്നവരുണ്ട്. ഇന്ന് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വൈകിട്ട് പൊതുദർശനമെന്നറിഞ്ഞ് ഇവിടെ നിൽക്കുന്ന എത്രയോ പേരുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് അവർ എവിടെയാണോ വന്ന് നിലയുറപ്പിച്ചത് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അല്പസമയത്തിനകമെങ്കിലും VS എന്ന തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ കഴിയും, ഒരു നോക്ക് കാണാനെങ്കിലും കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി മനസ്സുറപ്പിച്ചുകൊണ്ട് കണ്ണേ കരളേ VS എന്ന മുദ്രാവാക്യങ്ങൾ ഇടയ്ക്കിടെ ഇവിടെ മുഴങ്ങുന്നുണ്ട്. ആ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ VS അച്യുതാനന്ദൻ എന്ന തങ്ങളുടെ പ്രിയ സഖാവ്, പ്രിയ നേതാവ് ഇതുവഴി കടന്നുവരും എന്ന പ്രതീക്ഷയിലാണ് ഈ ജനങ്ങൾ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. അവർക്കെല്ലാം എത്ര സമയമായാലും ഇന്ന് VS-നെ കണ്ടിട്ടേ പോകൂ എന്ന ദൃഢനിശ്ചയത്തോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ വരികളിൽ നിലയുറപ്പിച്ചവരാണ് ഈ ജനങ്ങൾ. ഇവിടെ ഇപ്പോൾ നേതാക്കൾ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഉണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്. മന്ത്രിമാരുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുണ്ട്. RMP നേതാവ് KK രമയുണ്ട്. KK രമ VS അച്യുതാനന്ദനുമായി ആ കുടുംബത്തിനുണ്ടായിരുന്ന വളരെ അടുത്ത ബന്ധം, TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ VS ആ വീട്ടിലേക്കെത്തി ആശ്വസിപ്പിക്കുന്ന രംഗം, KK രമയെ ആശ്വസിപ്പിക്കുന്ന രംഗം മലയാള മനസാക്ഷി, കേരള മനസാക്ഷി അത് മറക്കില്ല ആ ചിത്രം. അങ്ങനെ വൈകാരികമായ അത്തരം ബന്ധമുള്ള, ഹൃദയബന്ധങ്ങളുള്ള നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് കേരള ജനതയ്ക്ക് VS ആരായിരുന്നു, VS ഇനി ഇല്ല എന്നത് ഉൾക്കൊള്ളുമ്പോൾ തന്നെ VS ഉയർത്തിപ്പിടിച്ച ആ പോരാട്ടങ്ങൾ ആര് തുടർന്നു കൊണ്ടുപോകുമെന്നതൊക്കെ ഈ ജനസമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കേരള ജനത ഇത്രമേലിങ്ങനെ ഈ സ്ഥലത്തേക്ക് ഒഴുകിയെത്തിയത്. തൊട്ടപ്പുറത്ത് അറബിക്കടലാണ്, അതിനിപ്പുറത്തൊരു വലിയ മനുഷ്യ മഹാസമുദ്രമാണ് തീർത്തിരിക്കുന്നത്. ഈ അറബിക്കടലിൻ്റെ ആ ചക്രവാളത്തിൽ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പുറത്തിതാ വിപ്ലവ സൂര്യനും അസ്തമിക്കാൻ പോവുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ വിപ്ലവ സൂര്യന്, കേരളത്തിൻ്റെ സമരനായകന് കേരളം കണ്ണീരോടുകൂടി യാത്രാമൊഴിയേകുകയാണ്. അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അവർ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ച്, കണ്ണേ കരളേ VS എന്ന മുദ്രാവാക്യം വിളിച്ച്, ഇല്ല ഇല്ല മരിക്കില്ല എന്ന മുദ്രാവാക്യം വിളിച്ച് VS അച്യുതാനന്ദൻ എന്ന ആ കേരളത്തിലെ സമരനായകന് യാത്രാമൊഴി നൽകുവാനായി കാത്തുനിൽക്കുന്ന ജനങ്ങൾ. അവർ ഏതായാലും ഇന്ന് VS-നെ കണ്ടിട്ടേ പോകൂ എന്ന ആ ദൃഢനിശ്ചയം അവർക്കിപ്പോഴുമുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം കഴിഞ്ഞതിനു ശേഷമാണ് VS-ൻ്റെ ഭൗതിക ശരീരം സംസ്കാരത്തിനായി പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്തിയുറങ്ങുന്ന, VS-ൻ്റെ പ്രിയ സഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിലേക്ക്, അവിടെ വലിയ ചുടുകാട്ടിലേക്ക്, ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോവുക.
അവിടെയാണ് വി എസ് അച്യുതാനന്ദനെ സംസ്കരിക്കുക. അവിടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേക ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന വിധമുള്ള സംസ്കാരമായിരിക്കും വി എസിന് ഉണ്ടാവുക. അതും വി എസ് അച്യുതാനന്ദൻ്റെ പേരിലുള്ള ഭൂമിയിലാണ് ആ സംസ്കാരം നടക്കാൻ പോകുന്നത്. 1957 EMS സർക്കാരിൻ്റെ കാലത്ത് ലോകത്താദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ഈ സംസ്ഥാനത്ത് അന്ന് 57 ഈ 40 സെൻറ്റ് സ്ഥലം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ പേരിൽ എഴുതി നൽകിയിരുന്നു. ആ സ്ഥലത്താണ് വി എസിൻ്റെ പേരിൽ എഴുതി നൽകിയ ആ സ്ഥലത്താണ് ഇന്നിപ്പോൾ വി എസ് അച്യുതാനന്ദന് അന്ത്യവിശ്രമം. അവിടെ ആ മണ്ണിലാണ്. മാത്രമല്ല ഏറ്റവും വി എസിനെ സംബന്ധിച്ച് വൈകാരികമായി വളരെയധികം അടുപ്പമുള്ളതാണ് ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ. പുന്നപ്ര വയലാർ സമര നായകൻ കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ. അതിലൊരു സായുധ പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകിയിരുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ. അദ്ദേഹം അതിന് ആശയപരമായ കാര്യങ്ങളാണ് പരിശീലിപ്പിച്ചതെങ്കിലും വി എസ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുന്നണി പോരാളിയായിരുന്നു. ആ മുന്നണി പോരാളിയായ വി എസിനെ അന്ന് ഇവിടെ നിന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഒളിവിലേക്ക് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ കൊണ്ടുപോവുകയായിരുന്നു, തൊഴിലാളികൾ കൊണ്ടുപോവുകയായിരുന്നു. കുട്ടനാടൻ മേഖലയിൽ അദ്ദേഹം കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചിരുന്നു. അവിടെയുള്ള 12 പേരാണ് ഒരു ചുണ്ടൻ വള്ളത്തിൽ അന്ന് വി എസിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് അദ്ദേഹം പൂഞ്ഞാറിലേക്ക് പോകുന്നതുമൊക്കെ കേരളത്തിൻ്റെ ചരിത്രങ്ങളിലുള്ളതാണ്. മാത്രമല്ല അവിടെ അദ്ദേഹം പിന്നീട് പൂഞ്ഞാറിൽ പോലീസ് പിടിയിലാകുന്നു. ദിവാൻ്റെ പോലീസ് അവിടെ ചെന്ന് തിരിച്ചറിയുന്നു. ആ കാലത്ത് അദ്ദേഹം ഏറ്റിട്ടുള്ള ഭീകരമായ മർദ്ദനങ്ങൾ, അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാൽവെള്ളയിലുണ്ട്. ബയണറ്റ് വെച്ച് കുത്തിയ ആ ക്രൂരമായ മർദ്ദനത്തിൻ്റെ ശേഷിപ്പുകൾ അദ്ദേഹത്തിൻ്റെ കാൽവെള്ളയിൽ മരിക്കുവോളം ഉണ്ടായിരുന്നു. അങ്ങനെ ആ വി എസ് അച്യുതാനന്ദന് പുന്നപ്ര വയലാർ എന്ന് പറയുന്നത് താൻ കൂടി അന്ന് നേതൃത്വം നൽകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ആ വെടിവെക്കുന്ന സമയത്ത് അതിന് ധീരോദാത്തം ചെറുക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു താനെന്ന് വി എസിനെ എക്കാലവും ആ ബോധം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ തുലാം 10 പുന്നപ്ര വയലാർ, ഇവിടെ സാധാരണ ഒക്ടോബർ 26 ഈ പുന്നപ്ര വയലാർ ദിനാചരണം നടക്കുന്നതെങ്കിലും ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് അതിനെ മലയാള മാസവുമായി, മലയാളം തീയതിയുമായാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുലാം 10 വി എസ് എവിടെയുണ്ടായാലും ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണത്തിന് അതിൻ്റെ ചടങ്ങുകൾക്കായി എത്തുമായിരുന്നു. ഈ സമീപ സ്ഥലങ്ങളിലൊക്കെ പല പുന്നപ്രയിൽ വെടിവെപ്പ് നടക്കുന്നു, വയലാറിൽ വെടിവെപ്പ് നടന്നിട്ടുണ്ട്, മാരാരിക്കുളത്ത്, മേനാശ്ശേരിയിൽ ഇവിടെയൊക്കെ വെടിവെപ്പ് അന്ന് നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ രക്തസാക്ഷി വാരാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ ഉള്ളവരെ കാണുന്നതിനും ഒക്കെയായി വി എസ് എല്ലാ കൊല്ലവും എത്തുമായിരുന്നു. അദ്ദേഹം ഈ ചികിത്സയിലേക്ക് അദ്ദേഹത്തിന് ഈ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധമുള്ള ചികിത്സയിലേക്ക് പോകുന്നതുവരെ വി എസ് ആയിരുന്നു ഇവിടെ ദീപശിഖ കൊളുത്തി നൽകിയിരുന്നത്. അങ്ങനെ വി എസിന് വൈകാരികമായി അടുപ്പമുള്ള ആ മണ്ണ്, വി എസിനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിലേക്ക് തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളിലേക്ക് നിയോഗിച്ച പി കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്, മറ്റു നിരവധി നേതാക്കൾ ആ മണ്ണിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. TV Top